മേഖലയിൽ ഇന്ത്യ അടുത്ത കാലത്തായി വൻ നേട്ടങ്ങളാണ് കൊയ്യുന്നത്. നിലവിൽ ചൈനയെയും മറികടന്ന് ക്രൂഡ് ഓയിൽ ആവശ്യത്തിൽ ഇന്ത്യ മുൻപന്തിയിൽ എത്തിയിരിക്കുകയാണ്. അതോടെ റഷ്യ, സൗദി അടക്കമുള്ള കരുത്തന്മാരൊക്കെ ഇന്ത്യയെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. എന്നാലും ഈ സുവർണ നേട്ടത്തിനരികിൽ ഇന്ത്യ എത്തി നിൽക്കുന്ന സ്ഥിതിക്ക് ഒരുപാട് നിർണായക നീക്കങ്ങളും നടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ നീക്കങ്ങൾ? നമുക്ക് പരിശോധിക്കാം. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം ചൈനയിലായിരിക്കുമെന്നാണ് ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യങ്ങളെല്ലാം നേരത്തെ കരുതിയിരുന്നത്. എന്നാൽ ഇതിനൊക്കെ വിപരീതമായി ഇക്കാര്യത്തിൽ വൻ കുതിപ്പാണ് നമ്മുടെ ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് തന്നെ എണ്ണ ശക്തികളുടെ ശ്രദ്ധ ചൈനയിൽ നിന്നും മാറി ഇന്ത്യയിലേക്ക് എത്തുകയാണ്. 2024 എണ്ണ ആവശ്യത്തിൽ ഇന്ത്യയിൽ നിന്നുണ്ടായ വർധനവ് വരും വർഷവും തുടരും എന്നാണ് പ്രതീക്ഷ എന്ന് S&P ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഇൻസൈറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ധന ഉപഭോഗത്തിന്റെ കേന്ദ്രമായി അതിവേഗമാണ് ഇന്ത്യ മാറുന്നത്. എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ ഘട്ടത്തിൽ പതിവ് വഴിയിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക സ്വാഭാവികമാണ്. എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയാകും ഇനി മുന്നിലെന്ന് S&P ഗ്ലോബൽ മേധാവി കാങ് വു പറയുന്നു. 2025 ഇന്ത്യയിൽ നിന്ന് എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം 3.2% ആകുമെന്നും അതേസമയം ചൈനയിൽ നിന്നുള്ള ആവശ്യമാകട്ടെ 1.7% ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2024 ആദ്യ 10 മാസം ചൈനയിൽ നിന്ന് പ്രതിദിനമായി 14,80,000 ബാരൽ എണ്ണയ്ക്ക് വേണ്ടിയുള്ള ആവശ്യമാണ് വന്നത്. ഇന്ത്യയിൽ നിന്നാകട്ടെ 18 ലക്ഷം ബാരലും. ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്കും ഇക്കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ട്. അവർ ശുദ്ധീകരണശാലകൾ വിപുലീകരിച്ചത് ഈ ലക്ഷ്യത്തോടെ മാത്രമാണ്. പതിവായി എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചാൽ പോരാ എന്ന് കമ്പനികൾ കരുതുന്നു. കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാനും ശ്രമം തുടങ്ങിയിരിക്കുന്നു. നയതന്ത്ര തലത്തിൽ നടന്ന ചർച്ചകൾ ഇക്കാര്യത്തിൽ ഗുണം ചെയ്യുമെന്ന് S&Pയുടെ സൗത്ത് ഏഷ്യ ഓയിൽ റിസർച്ച് മേധാവി അഭിഷേക് രഞ്ജൻ പറയുന്നു. നേരത്തെ പശ്ചിമേഷ്യയെ മാത്രമാണ് ക്രൂഡ് ഓയിലിനും വാതകത്തിനും വേണ്ടി ഇന്ത്യ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴാകട്ടെ സമീപകാലത്ത് ഇതിനെല്ലാം മാറ്റം വന്നു. പശ്ചിമേഷ്യയ്ക്ക് പുറമെ ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങളെയും എണ്ണ വാതകത്തിന് വേണ്ടി ഇന്ത്യ ആശ്രയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആഭ്യന്തരമായി എണ്ണ ഉൽപ്പാദനം കൂട്ടാനും ഇന്ത്യ ആലോചിക്കുന്നു. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്കുള്ള വിൻഡ് ഫാൾ നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ ലക്ഷ്യത്തോടെ മാത്രമാണ്. ആഭ്യന്തര ഉൽപ്പാദനത്തിന് കമ്പനികളെ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്. അമിതമായി നികുതി ഒഴിവായ സാഹചര്യത്തിൽ ഇനി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾ തയ്യാറായിരിക്കും. 1948 എണ്ണപ്പാട അഥവാ നിയന്ത്രണ വികസന നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്ന ബില്ല് അടുത്തിടെ നമ്മുടെ രാജ്യസഭ പാസാക്കിയിരുന്നു. ഷെയിൽ ഓയിൽ, ഷെയിൽ ഗ്യാസ്, കൽക്കരി മേഖലയിലെ മീഥേൻ എന്നിവയുടെ ഖനനം കൂടി എളുപ്പമാക്കുന്ന രീതിയാകും ഈ ഭേദഗതി. ആവശ്യമുള്ളതിന്റെ 30% എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പണം വലിയ തോതിൽ വിദേശത്തേക്ക് പോകുന്നതും ഇത് കാരണം തന്നെയാണ്. ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്തി പരിഹാരം കാണാനാണ് ശ്രമം. അതേസമയം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ 2024 നവംബറിലാണ് ഇറക്കുമതി താഴ്ന്നു നിന്നത്. അതേസമയം ഇന്ത്യയിലേക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നവംബറിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. പൊതുവെ നവംബറിൽ സാധാരണയിലും കുറഞ്ഞ തോതിലാണ് റഷ്യയുടെ ഇന്ധന കയറ്റുമതി നടന്നിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലെ ചില എണ്ണ ശുദ്ധീകരണ ശാലകളിൽ മെയിൻ്റനൻസ് നടന്നതും ഇറക്കുമതി കുറയാൻ കാരണമായിട്ടുണ്ട്. നവംബറിന് മുമ്പുള്ള മാസങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിലാണ് ഇന്ധന ഇറക്കുമതി നടത്തിയിരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായി റഷ്യയുടെ പ്രധാന ഇന്ധന ഉപഭോക്താവാണ് നമ്മുടെ ഇന്ത്യ. ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ഇന്ധനം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ലഭ്യമാണെന്നതാണ് ഇറക്കുമതി വർദ്ധിക്കാനുള്ള കാരണം. 2024 ജനുവരി മുതൽ സെപ്റ്റംബർ വരെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ പ്രതിദിനം 1.7 ദശലക്ഷം ബാരൽ ആയിരുന്നു. അതായത് മൊത്തം ഇറക്കുമതിയുടെ 40%-ലധികം വരുന്നത്. 9,40,000 BD-യുമായി ഇറാഖ് രണ്ടാമതും സൗദി അറേബ്യ ആകട്ടെ 6,23,000 BD-യുമായി മൂന്നാമതും എത്തി. ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ US-ൽ നിന്നുള്ള ഇറക്കുമതി ആകട്ടെ 2,15,000 BD ആയിരുന്നു. ഇതോടെ UAE-ക്ക് ശേഷം അതായത് 4,23,000 BD-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന 5ാമത്തെ വലിയ വിതരണക്കാരായി US മാറി. അതേസമയം ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇക്കഴിഞ്ഞ നവംബറിൽ പ്രതിദിനം 1.52 മില്യൺ ബാരലുകൾ മാത്രമാണ് റഷ്യൻ ഇന്ധന ഇറക്കുമതി നടന്നത്. തൊട്ടു മുമ്പത്തെ ഒക്ടോബറിനേക്കാൾ ഇത് 13% കുറവ്. റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതലാണ് ഇന്ത്യ വൻതോതിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങി തുടങ്ങിയത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യൻ ഇന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ഇത്. ഇതോടെ വലിയ ഡിസ്കൗണ്ട് നിരക്കിൽ ഇന്ധനം നൽകാൻ റഷ്യ തയ്യാറായി. ക്രൂഡ് ഓയിലിനെ പ്രധാനമായും ആശ്രയിക്കുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും ഇന്ധന വിൽപ്പന നടക്കുക എന്നതിനായിരുന്നു അവർക്ക് മുൻഗണന. ഇത്തരത്തിൽ വീണുകിട്ടിയ അവസരം ഇന്ത്യ, ചൈന അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ വിനിയോഗിക്കുകയും ചെയ്തു. തുടക്കത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം നല്ല രീതിയിൽ എതിർപ്പുണ്ടായി എങ്കിലും അതിനെല്ലാം പാടെ അവഗണിച്ച് ഇന്ത്യ റഷ്യൻ ഇന്ധനം വാങ്ങിക്കൂട്ടുന്നത് തുടർന്നു. ഇതോടെ ഇന്ത്യയിലേക്ക് പരമ്പരാഗതമായി ക്രൂഡ് ഓയിൽ സപ്ലൈ നടത്തിയിരുന്ന സൗദി, ഇറാൻ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വിപണി വിഹിത
ഉൽപ്പാദനത്തിൽ കുറവുമുണ്ടായി. എന്നാൽ ഇക്കഴിഞ്ഞ നവംബറിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സപ്ലൈ വീണ്ടും വർദ്ധിച്ചിരുന്നു. തൊട്ടു മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ച് 10.8% ഉയർച്ചയാണ് ഇക്കഴിഞ്ഞ നവംബറിൽ ഉണ്ടായത്. നവംബറിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇന്ധന കയറ്റുമതിയാകട്ടെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 32% എന്ന തോതിലുമായിരുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതി 48% എന്ന തോതിൽ 9 മാസത്തെ ഉയർന്ന നിലയിലേക്ക് കയറുകയും ചെയ്തു. എന്തായാലും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറഞ്ഞതോടെ സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ശക്തമാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ചില റിഫൈനറികൾ കൂടുതൽ ക്രൂഡ് ഓയിലിനായി ഈ രാജ്യങ്ങളുമായി ചർച്ച ആരംഭിച്ചതായും സൂചനയുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയേക്കാൾ ഗയാനയിലേക്കാണ് അധിക ക്രൂഡ് ഓയിലിനായി ഇന്ത്യ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഒരു ചെറിയ രാജ്യമാണെങ്കിലും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യമാണ് ഗയാന എന്നത്. എണ്ണയുടെ ഈ ശേഖരം ആഗോള സാമ്പത്തിക രംഗത്ത് ഗയാനയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇത്തരം ചെറിയ രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുക എന്നത് മോദിയുടെ അജണ്ടയാണ്. ഒപെക് ഇതര എണ്ണ ഉൽപ്പാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായിട്ടാണ് ഗയാനയെ ഇന്ത്യ കാണുന്നത്. 2026ഓടെ ഗയാന എണ്ണ ഉൽപ്പാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ഗയാനയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കൽ ഗുണകരമാണ്. ഗയാനയിൽ നിന്നും കൂടിയ അളവിൽ ക്രൂഡ് ഓയിൽ എത്തുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുക പരമ്പരാഗത ക്രൂഡ് വ്യാപാര പങ്കാളികളായ അറബ് രാഷ്ട്രങ്ങൾക്കായിരിക്കും എന്ന് നേരത്തെ തന്നെ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വരും ഗയാനയുടെ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇത് ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന കയറ്റുമതികൾക്ക് ലാഭകരമായ വിപണി അവസരങ്ങൾ തുറന്നിടുന്നു. സമീപ വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ GDP പ്രതിശീർഷ വളർച്ചയാണ് ഗയാന നേടിയത്. 2023 33% ഗയാനയിലെ GDP വളർച്ച. 2019 ഡിസംബറിലാണ് ഗയാന എണ്ണ ഉൽപ്പാദനം ആരംഭിക്കുന്നത് എങ്കിൽ 2021-22 $148 മില്യൺ ഗയാനീസ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ വിദേശ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ONGC വിദേശ് ഗയാനയിൽ ക്രൂഡ് ഓയിൽ പരിവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിരുന്നു. ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. രാജ്യത്തെ റിഫൈനറികളുടെ ശുദ്ധീകരണ ശേഷി അടുത്തിടെ വലിയ തോതിലാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിൽ ഏതാനും ചില രാജ്യങ്ങളെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതിന് പകരം ക്രൂഡ് ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻകൈയെടുത്ത് വരുന്നത്. അടുത്തിടെ നടന്ന നരേന്ദ്രമോദിയുടെ ഗയാനയിലേക്കുള്ള ആദ്യ സന്ദർശനത്തിൽ ഊർജ്ജ വിതരണം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ അമേരിക്കൻ വിതരണക്കാരുമായി ഇന്ത്യൻ കമ്പനികൾ ദീർഘകാല ക്രൂഡ് ഓയിൽ ഇറക്കുമതി കരാറിനുള്ള ചർച്ചകൾ ആരംഭിച്ചും കഴിഞ്ഞു. ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്ത കാലത്തായി ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചതോടെ ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ സ്രോതസ്സുകളിൽ നിന്നെല്ലാം ക്രൂഡ് ഓയിൽ വാങ്ങുക എന്ന നയത്തിലേക്ക് ഇന്ത്യ മാറുകയും ചെയ്തു. ചെറിയ രാജ്യമാണെങ്കിലും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യമാണ് ഗയാന. ഒപെക് ഇതര എണ്ണ ഉൽപ്പാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായും ഗയാനയെ ഇന്ത്യ കാണുന്നു. ഇത് ആഗോള എണ്ണ വിതരണ മേഖലയെ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റും. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ ഗയാനയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കൽ നയപരമായ നീക്കമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചവിട്ടുപടിയായിരുന്നു നരേന്ദ്രമോദിയുടെ ഗയാന സന്ദർശനം. അപ്പോൾ ഇന്ത്യയുടെ ഈ ക്രൂഡ് ഓയിൽ മേഖലയിലെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എന്തിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.